പ്രേതം ഞാൻ കണ്ട്, ഞാനേ കണ്ടുള്ളൂ. നീ നവ്യാനാര് കളിക്കാണ്ട് കാര്യം പറയടാ. വിശന്ന പുരിഞ്ഞ വയറുമായി ഞാനോടി ഇങ്ങട്ടാ വന്നത്, ഒരു ചീത പഴം തിന്നെ. നിനക്ക് എന്താടാ പറ്റിയത്? ജൂണേട്ടാ ഓടിയെന്ന്. ഈ ജീനിയുടെ സൗണ്ട് അല്ലേ അത്? എന്തൊക്കെയാവോ? ജീനി എന്തൊറ്റി? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ജീനി? എന്തൊറ്റി ജീനി? മുത്തേ നിനക്ക് എന്തായാലും? ഓ അതൊന്നുമില്ല ജൂണേട്ടാ. പിന്നെന്താ? എന്താ ജീനി ഇവിടെ? അതാ ജൂണേട്ടാ ഞാൻ വിളിച്ചത്. ഞാൻ വരുമ്പോഴാണ് അവനോട് ബോധമില്ലാണ്ട് കിടക്കുകയായിരുന്നു. ഇപ്പൊ ചോദിച്ചപ്പോഴാണ് എന്തോ പ്രേതം പഴം എന്നൊക്കെ പിച്ചും പെയ്യും പറയണുണ്ട്. ആണോ? നീ മാറ്. ആ മോനെ ജിന്നിങ്ങ് എന്തൊറ്റിയടാ? നീ അങ്ങനെ ഇവിടെ വന്നു? അത് ഡാഡി. ഓ അപ്പൊ അതാണ് കാര്യം. എന്ത്? നിനക്ക് എന്തൊറ്റി? ജൂണേട്ടൻ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു എടാ നീ പോയി കിടന്നോ? പ്രേതൊന്നുമില്ല, പൊക്കോ. ഉവാമി പ്രേതമില്ല പോലും. ഞാൻ ഇത്ര അടുത്ത് നിന്ന് കണ്ടതല്ലേ. പോമി നീ അതൊക്കെ മറന്നേക്ക്, പോയി കിടന്നോട്ടാ. ഒറ്റയ്ക്കോ? പേടിയാണെങ്കിൽ നീ ആ കുറ്റിപ്പാറൂമി പോയി കിടന്നോ. ഞാൻ പോട്ടാ. ഗുഡ് നൈറ്റ്. നൈറ്റാ? അതൊക്കെ കഴിഞ്ഞിട്ട് കുറെ മണിക്കൂറായി. എന്നാ ഗുഡ് മോർണിംഗ്, ബൈ. അവൻ പോയി. നീ എന്താ പറഞ്ഞു വന്നത്? ജൂണിയുടെ നേരത്തെ പറഞ്ഞില്ലേ ഒരു ശബ്ദം കേട്ടെന്ന്. അതിന് ഒരു പ്രേതല്ല, മിക്കവാറും 2 പ്രേതങ്ങളുണ്ടാകാൻ ചാൻസ് ഉണ്ട്. രണ്ടോ? ആഗ്രഹിച്ചത് നടക്കാതെ വീട്ടിലേക്ക് പോയി അലഞ്ഞു തിരിഞ്ഞ് ഇവിടെ തിരിച്ചെത്തിയ 2 ആത്മാക്കൾ. ഓ എന്റെ പൊന്നു ജിനി, നീ കാലകേന്റെ ഭാഷ കളഞ്ഞിട്ട് മലയാളത്തിൽ പറ. എന്റെ മനുഷ്യ, അത് സുഖം വീയുമായിരിക്കും. രണ്ടിനും മൂടിറക്കാണ്ടേ ഓടി ഇങ്ങോട്ട് വന്നായിരിക്കും. കൊറേ പ്ലാൻ ചെയ്തിട്ട് ചമ്മിപ്പോയതല്ലേ, മനസ്സിലായ? ഓ അങ്ങനെ. പക്ഷെ അവ ഇത് തന്നെയാണെന്ന് എന്തുറപ്പ്? ഇത് നിന്റെ ഡൗട്ട് മാത്രല്ലേ? നാളെ 2 പേരല്ല, നമുക്ക് നോക്കാം. ഒരു വഴിയുണ്ട്, ഒരു ചൂണ്ട നമുക്ക് ഇട്ട് നോക്കാം. ഓക്കെ. എന്നാലും അവരാണ് പാവങ്ങള് ജിനി. എന്തായാലും കഷ്ടപ്പെട്ടായിരിക്കും വന്നത്. നിനക്ക് വല്ല കാര്യം ഉണ്ടെന്നാ അവര് സെപ്പറേറ്റ് വീട്ടിൽ കിടത്താൻ? നമ്മൾ എത്ര സെപ്പറേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും കാര്യമൊന്നുമില്ല. അക്കോർഡിംഗ് ടു മൈ തിയറി, കാന്തങ്ങൾ എപ്പോഴും ഒട്ടിച്ചേരുന്നത്. ജൂണായിട്ട് കിടക്കണ്ട? ഇല്ല ജിനി, ഉറക്കം പോയി. ഞാൻ നിന്നെ സഹായിക്കാം. ഇന്നെന്താ ചായക്കടി? ഇന്ന് നൂഡിൽസ് ഉണ്ടാക്കാം. ഞാൻ നമുക്കുള്ള കാപ്പി ഉണ്ടാക്കാം. ജൂണേട്ടാ. ഞാൻ നടക്കെടുക്കട്ടെ. എന്താടാ, എന്തിനാ നീ ഇങ്ങനെ നടന്ന് കിടക്കണത്? എന്താടാ മനുഷ്യറങ്ങാൻ സമ്മതിക്കൂ? ഞാൻ താഴെ പ്രേതത്തിനെ കണ്ടടാ. ഞാനാരാ മോൻ? കണ്ടപ്പോ തന്നെ ബോധം കിട്ടുന്നു. ശരി, ഒരു വെള്ളപ്പാച്ച പ്രേതം. ഞാൻ കിടന്നിറങ്ങട്ടെ. ഒറ്റക്കൊന്നും ഇറങ്ങണ്ടേട്ടാ, ഇവിടെ പ്രേത ശരിയുണ്ട്. ഞാൻ ചിന്തിക്കുന്നതിനാണ് നീ ചിന്തിക്കുന്നത്. വെള്ളപ്പാറ്റ കൊണ്ട് സുഖാവാനേ ചാൻസ് ഉള്ളൂ. ഇവൻ ചാവാനത് ബാക്കി. ഓ എന്റെ ജൂണേട്ടാ, ഞാൻ ഇരുന്നുകൊണ്ട് സവാള കത്തിയൊക്കെ നിങ്ങൾക്ക് പണ്ടേ ശത്രുക്കളാണല്ലോ. അല്ലെങ്കിൽ ഇത് നീ ഉണ്ട പോലെ ഇരിക്കണത്, പെട്ടി പോലെ ഇരുന്നാ പോറ്റി. ഈ മനുഷ്യൻ 148 ഇരിക്കുകയാണത്ര. ഒന്ന് പോ ജിനി. ഭാഗ്യം പിടിച്ചില്ല, പെട്ടാണല്ലേ. ഭാഗ്യത്തിന് നമുക്ക് കൃത്യസമയത്ത് വണ്ടി കിട്ടിയായിരുന്നു. മമ്മയുടെ മുമ്പ് ഇവിടെ എത്താൻ പറ്റിയല്ല. വാ ഉറങ്ങാം. മക്കളെ എഴുന്നേക്ക്. ഒന്ന് പോ മമ്മി, കുറച്ചു നേരം കൂടി കിടക്കട്ടെ. എടാ മോന്, നീ എന്താണ് ഓഫീസിൽ പോണില്ലേ? ഇതെന്തുറക്കാണ്? സമയം 9 ആയിട്ടാ. 9 ഓഫീസിൽ നിന്ന് നീ പോണില്ലേ? ഓഫീസിൽ നിന്ന് 9 എനിക്ക് വയ്യ, തലവേദന എടുക്കണം, ഉറക്കാൻ വരണേ. ആന്റി ഞങ്ങള് കുറച്ചു നേരം കൂടി കിടക്കട്ടെ. എന്താണ് ഇന്നലെ രാത്രി? ഇന്നലെ രാത്രി എന്ത്? ഇന്നലെ രാത്രി ഞങ്ങൾ എവിടെയും പോയില്ലല്ലോ. എന്താണ് ഇന്നലെ രാത്രി വല്ലയിടത്തും കക്കാൻ പോയെന്ന് ചോദിക്കാൻ വരികയായിരുന്നു. മനസ്സിലായി, ഇപ്പൊക്കെ മനസ്സിലായി എന്താ രണ്ടിന് ഇത്ര ഉറക്കന്ന്. അപ്പൊ ജീമിനും ജങ്കാടോ നടത്തിട്ടുണ്ടാവൂലോ അല്ലേ? ഒന്ന് പോ മമ്മി. ഡാഡാ നീ ഉരുളല്ലേട്ടാ, നമ്മൾ ഈ പ്രായമൊക്കെ കഴിഞ്ഞ് വന്നതാട്ടാ. പോടാ പെട്ടതലേ. താങ്ക്സ്. ഉറക്കം വരുന്നു മമ്മി, കുറച്ചു നേരം കൂടി കിടക്കട്ടെ. മമ്മി, കണ്ണൊക്കെ കുത്തുന്ന പോലെ വേദന. ആണോ? എന്നാ മക്കള് കിടന്നു. അതെ, നമുക്ക് ഓഫീസിന് ഒരാഴ്ച ലീവ് കൊടുത്താലോ? ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. ഒന്ന് പോ മമ്മി, ഒരാഴ്ച ഒരു ദിവസം. നമുക്ക് ടൂറോടെ എത്ര നാളാടെ വല്ലോടത്തൊക്കെ പോയിട്ട്. പിന്നെ ടൂറ് ഓഫീസിൽ എന്താണ് വർക്കാണെന്ന് അറിയാം പെൻഡിങ് കിടക്കണത്. എടാ നമുക്ക് ആർമിന്റെ ഫാമിലിനെ വിളിക്കാടാ.
നടക്കൂല മമ്മി. നീ അത് ശരിക്കും കേട്ടാർന്നോ? ഞാൻ നിനക്കും ജിമ്മിൽ ഒരുമിച്ച് നടക്കാനുള്ള കുറെ സമയം കിട്ടൂടാ. ഓക്കെ ഡൺ. ആരാ വേണ്ടാന്ന് പറഞ്ഞത്? വേഗം പെട്ടി പേക്കി. ശരി ചെല്ലു മമ്മി, ടൈം കളയല്ലേ. ഞങ്ങൾ ബാക്കി ഉറങ്ങി തീർക്കട്ടെട്ടാ, എന്നിട്ട് പോകാം. മമ്മി അപ്പോഴേക്കും പെട്ടി വെക്കേട്ടാ. ആടാ മക്കളെ, എത്ര നേരായി ഒക്കത്തിനെ വിളിക്കണ്. എണീക്കടാ. ജിമ്മിനെ കൂക്കി ജിമ്മിനെ. എന്താ മമ്മി, എന്തിനാ ഇത്ര നേരത്തെ വിളിക്കണത്? കുറച്ചു നേരം കൂടി കിടക്കട്ടെ മമ്മി. സമയം ഒരുപാടായി മക്കളെ. ഹോബി വിളിച്ചേക്കണ്. നമ്മളെല്ലാരും കൂടി ടൂർ പോകാൻ പോവാണ്. അവരിപ്പ എത്തും. മുൻപ് വേഗം പെട്ടി ബാക്കി. ടൂറാ? അതേ പോണ്. ഫസ്റ്റ് ഞാൻ വിളിക്കും. സെക്കൻഡ് എന്താ ഞാൻ. ഇനി അല്ല ബാക്കിയുള്ളു. വേഗം റെഡി താഴെ നിൽക്കട്ടാ. ബ്രേക്ക്ഫാസ്റ്റ് താഴെ ടേബിളിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ മമ്മി. ട്രിപ്പ് ഇത് ഞാൻ പൊളിക്കും. മമ്മി എത്ര ദിവസത്തെ ടൂറാണ്? ഒരാഴ്ചടാ. ഹലോ ജിമിനി, റെഡിയായോ? ഒരുങ്ങുന്നെങ്കിൽ. അല്ല, ഓഫീസിൽ വിളിച്ച് അവിടെ കാര്യം പറഞ്ഞോ? ആടാ, പിന്നെ ഞാനേ ഉന്മോനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ കൂടെ. ജിമ്മി ഒറ്റക്കല്ല, അവൻ്റെ ഒരു കമ്പനി ആയിക്കോട്ടെ. അതെന്തായാലും നന്നായെങ്കിൽ. അല്ലെങ്കിൽ അവൻ നമ്മുടെ മൊമെന്റ്സ് നശിപ്പിക്കാൻ ഇടയിൽ കയറി വരും. ഇതാകുമ്പോ ആ പ്രോബ്ലം ഇല്ല. ജിമിനെ, നമുക്ക് പൊളിക്കണ്ടേ? നമ്മള് ദൂരെ ടൂറ് പോകണ് കേട്ടാ. ഞാനും കുക്കിയും പൊളിക്കുന്നു. ഉണ്ടാതെ കേൾക്ക്, ഞാൻ ജീവനോട് സംസാരിക്കുന്നു. പിന്നെ ഇപ്പൊ അങ്ങോട്ട് പോവല്ലേ. പോടാ. എന്തൊക്കെ? ഒന്നുമില്ല, ഇവിടെ യൂങ്കി എനിക്കിതാടാ. ഞാൻ കുക്കിനോട് സംസാരിക്കട്ടെ. അവന്റെ ഒച്ച കേൾക്കാൻ കൊതിയാണ്. എന്തേ, നമ്മളിപ്പ അങ്ങോട്ട് പോവല്ലേ? പോക്കുവാണല്ലേടാ. മാഡം. ഹലോ ജിമിനെ. കൂക്കിയുടെ കയ്യിലൊന്ന് കൊടുക്കോ? എപ്പോഴുന്നിട്ട് കുറച്ചേരായില്ല ഇന്നത്തത്. ഒന്ന് പോവി, അടുത്ത ജിമിനുണ്ട്. പിന്നെ ഊക്കി കുറച്ച് കഴിയുമ്പോ ഇവിടെ തരാം. പറ്റിക്കരുത്. ഇല്ല. ലവ് യു. ലവ് യു ടു. ഞാൻ റെഡി. ഇതാരിത്? കണ്ണു വെക്കല്ലേ. ഇതിപ്പോ മമ്മിക്ക് ഇത്രയും വലിയ മോനുണ്ടെന്ന് പറഞ്ഞ ആരും വിശ്വസിക്കൂലേ. ഇറങ്ങ്. ആന്റി പെട്ടി ഇങ്ങോട്ടാ, ഞാൻ കൊണ്ടുവച്ചോണ്ട്. ആടവി എല്ലാരും കേറിയില്ലേ? ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ല. ഓക്കെ, പോകാം. സ്റ്റാർട്ട്. ജിമിനെ, നിന്റെ സൺഗ്ലാസ് എനിക്കാരോ? ആടാ, സെൽഫി ഉണ്ട്, എടുത്തോ. ജിമിനെ, കുക്കി, നമുക്ക് താഴെ പോകാം. മമ്മി വിളിക്കുന്നു. പോകാം. അവര് വന്നാ? ഇല്ലടാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിക്കുന്നു. മക്കളെ, അവരെത്തി. ഞാൻ പെട്ടി എടുത്ത് പുറത്ത് വെക്കാൻ എല്ലാരും. ഗുഡ് മോർണിംഗ് മമ്മി, ഡാഡി. മക്കളെ, നിങ്ങളെല്ലാം കഴിച്ചോ? ഇവിടെ നിന്നെ കഴിച്ചോ? വേണ്ട ജൂണെ, അവര് കഴിച്ചാണ്.